നിലമ്പൂരിൽ DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആദിവാസി യുവാക്കൾ. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൗത്ത് DFO കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറിയത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, എന്താണ് ഈ രണ്ട് യുവാക്കളെ ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചത്? ഇവർ ദീർഘനാളായി ഈ പ്രശ്നത്തിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരാണോ? എന്താണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഇത് മുണ്ടക്കടവ് ആദിവാസി നഗറിലെ യുവാക്കളാണ് ഇപ്പോൾ ഈ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. 2019 പ്രളയത്തിൽ ഈ കോളനി ഒന്നാകെ തന്നെ നഷ്ടമായിരുന്നു. അവിടെയുള്ളവർക്ക് പുരപ്പാടം പോയിരുന്നു. തുടർന്ന് വനാവകാശ നിയമപ്രകാരം അവർക്ക് ഭൂമി നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 18 കുടുംബങ്ങൾക്ക് വീട്, ഈ സ്ഥലം വനാവകാശ പ്രകാരം നൽകാനുള്ള നടപടിയായെങ്കിലും ഇതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഭൂമി നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത് ആണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാ ഭീഷണിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും വനാവകാശ പ്രകാരം നിയമപ്രകാരം ഭൂമി നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അത് ഉന്നയിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ മരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. DFOയും മറ്റ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും സമവായ ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഭൂമി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സാങ്കേതികമായ പ്രശ്നങ്ങളാണ് ഈ വിഷയത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഭൂമി നൽകാൻ കഴിയാത്തതിന്റെ കാരണമായി വനം വകുപ്പ് വിശദീകരിക്കുന്നത്. നിലമ്പൂരിൽ രണ്ട് യുവാക്കളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. അനുമതി, ഇവരെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇവർ ഒരാൾ കുറച്ച് വയലന്റ് ആയൊക്കെ കാണപ്പെടുന്നുമുണ്ടല്ലോ. ഇവരുടെ കൂടെയുള്ളവർ തന്നെയാണ് ഒപ്പമുള്ളത്. മരത്തിന് താഴെ നിൽക്കുന്നത് ഇവരുടെ നഗറിലുള്ളവർ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഈ 2 പേരുടെ മാത്രമല്ല, ആ ഒരു നഗറിലെ എല്ലാവരുടെയും പ്രതിനിധി അല്ലെങ്കിൽ ഒരാവശ്യമായിട്ടാണ് അവർ ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെയുള്ളവർ താഴെ സമവായ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് DFOയുടെ ഭാഗത്ത് നിന്ന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് തന്നെയാണെങ്കിലും സമവായ ചർച്ചകൾ ഈ ആദിവാസി നഗറിലുള്ള ആളുകളുമായിട്ട് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടല്ലോ, ഇവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്കും കഴിയുന്നില്ലേ? DFO അടക്കമുള്ളവർ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് അതിന്റെ പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഈ 18 പേർക്ക് ഈ രേഖകൾ നൽകിയിട്ടുമുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അത് വനാവകാശ നിയമപ്രകാരം ഒരാൾക്ക് ഭൂമി നൽകണമെങ്കിൽ ഉള്ള നിയമത്തിൽ നിലവിൽ ഈ 2005 ശേഷം ജനിച്ചവർക്ക് അതിന് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് അതിനൊരു തടസ്സമായി നിൽക്കുന്നത്. ഇവരെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രാദേശികമായിട്ടുള്ളവരുടെ സഹായവും തേടിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേനയും പോലീസും അടങ്ങുന്നവരുടെ ഒരു സംഘം ഏത് സാഹചര്യവും നേരിടാൻ വേണ്ടി സ്ഥലത്ത് സജ്ജമായിട്ടുമുണ്ട്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറിയാണ് ഈ 2 ആദിവാസി യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് അവരുടെ ആത്മഹത്യാ ഭീഷണി. മുണ്ടക്കടവ് നഗറിലെ ബാബുരാജും വിനീതുമാണ് ഈ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ മണിക്കൂറുകളായി നിലയുറപ്പിച്ചിട്ടുള്ളത്. അവരുമായി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.